നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ മലയാളം പരിഭാഷയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. സ്ഥിരമായി പറയുന്ന ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ എപ്പിസോഡ് ആവർത്തിച്ച് കേട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്കപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കാം. മൈറ്റ് ഈസ് റൈറ്റ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. മൈറ്റ് ഈസ് റൈറ്റ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. വേർ ദെയർ ഈസ് എ വിൽ ദെയർ ഈസ് എ വേ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ആസ് യു സോ യു റീപ്പ്. വിതച്ചതേ കൊയ്യൂ. ഹോം ട്രൂത്ത്, അപ്രിയ സത്യം. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്. കാറ്റുള്ളപ്പോൾ പാറ്റണം. റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ. പയ്യെ തിന്നാൽ പനയും തിന്നാം. ക്യാരി കോൾസ് ടു ന്യൂ കാസ്റ്റിൽ. കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക. ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. അല്പജ്ഞാനം ആപത്ത്. ഇവിടെ മനസ്സിലാക്കുക, ചില പ്രയോഗങ്ങളിൽ എന്താണ് നമ്മൾക്ക് അർത്ഥം അത് തന്നെയായിരിക്കും, ആ വാക്കിൻ്റെ അതേ അർത്ഥം തന്നെയായിരിക്കാം. പക്ഷെ അത് വളരെ വിരളമായ കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. കൂടുതൽ സ്ഥലത്തും എന്താണ് ആ സെൻറ്റൻസിൻ്റെ അതേ അർത്ഥമല്ല മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഉത്തരമായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക. വേർ ദെയർ ഈസ് എ വിൽ ദെയർ ഈസ് എ വേ എന്നാൽ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അതാണ് നമ്മൾ ഉത്തരമായിട്ട് കൊടുക്കേണ്ടത്. മൈറ്റ് ഈസ് റൈറ്റ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. പക്ഷേ ഇവിടെ നോക്കൂ, ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. അവിടെ അല്പജ്ഞാനം ആപത്ത്. അത് കറക്റ്റ് ഡയറക്റ്റ് ആ മീനിങ്ങിൽ തന്നെ വെച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ക്യാരി കോൾസ് ടു ന്യൂ കാസ്റ്റിൽ. കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക. റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ. പയ്യെ തിന്നാൽ പനയും തിന്നാം. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്. കാറ്റുള്ളപ്പോൾ പാറ്റണം. ഇവിടെ കാറ്റുള്ളപ്പോൾ പാറ്റണം, കാറ്റുള്ളപ്പോൾ തൂറ്റണം, ഈ രണ്ട് എന്താണ് പഴമൊഴികളും എന്താണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരമായിട്ട് എടുക്കാവുന്നതാണ്. ഹോം ട്രൂത്ത് എന്നാൽ അപ്രിയ സത്യം എന്നാണ് കേട്ടോ. ആസ് യു സോ യു റീപ്പ്. വിതച്ചതേ കൊയ്യൂ. ബോറോവ്ഡ് ഗാർമെൻറ്റ്സ് നെവർ ഫിറ്റ്. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നാണ് അതിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ആഡ് ഫ്യുവൽസ് ടു ദ ഫയർ. എരിതീയിൽ എണ്ണയൊഴിക്കുക. ഫിഷിംഗ് ഇൻ ട്രബിൾഡ് വാട്ടർ. കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക. ക്രൈ ഓവർ ദ സ്പ്ലിറ്റ് മിൽക്ക്. ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുക എന്നാണ് അതിനർത്ഥം. ഗോർജിയൻ നോട്ട് എന്നാൽ ഊരാക്കുടുക്ക്. വെൻ യു ആർ അറ്റ് റോം ഡു ആസ് ദ റോമൻസ് ഡു. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നണം എന്നാണ് അതിനർത്ഥം. വെൻ യു ആർ അറ്റ് റോം ഡു ആസ് ദ റോമൻസ് ഡു. ലുക്ക് ബിഫോർ യു ലീപ്പ്. കട്ടിൽ ചെറുതാണെങ്കിലും കാല് 4 വേണം. ഇരുന്നിട്ടേ കാല് നീട്ടാവൂ. ക്രമമായിട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ എന്തിനുണ്ട്? ലുക്ക് ബിഫോർ യു ലീപ്പ് എന്നുള്ളതിനുണ്ട്. ക്ലോസ് ടു മൗത്ത് ക്യാച്ചസ് നോ ഫ്ലൈസ്. മൗനം വിദ്വാനുഭൂഷണമാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചൂസ് ചെയ്യേണ്ട ഉത്തരം. മെനി എ ലിറ്റിൽ മേക്ക് എ മിക്കിൾ. പലതുള്ളി പെരുവെള്ളം എന്നാണ് അതിനർത്ഥം. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്നാണ് അതിനർത്ഥം. റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ്, മുൻകാല പ്രാബല്യമുള്ളത്. സ്റ്റിൽ വാട്ടർ റൺസ് ഡീപ്പ്. മൗനം അർത്ഥഗർഭമാണ്, അല്ലെങ്കിൽ മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും. സ്റ്റാൻഡർഡൈസേഷൻ, മാനകീകരണം. ഹാവിങ് ദ ഫോഴ്സ് ഓഫ് ലോ, നിയമപ്രാബല്യമുള്ളത് എന്നാണ് അതിനർത്ഥം. കെയർ വിൽ കിൽ എ ക്യാറ്റ് എറ്റ് ദെയർ ഈസ് നോ ലിവിങ് വിത്തൗട്ട് ഇറ്റ്. ആദി തന്നെ വ്യാധി എന്നാണ് അതിനർത്ഥം. സ്ട്രെച്ച് യുവർ ലെഗ്സ് അക്കോർഡിംഗ് ടു യുവർ കവർലെറ്റ്. ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാ പൊളിക്കരുത്. ബി സ്ലോ ടു പ്രോമിസ് ബട്ട് ക്വിക്ക് ടു പെർഫോം. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഗ്രേറ്റ് ഷിപ്സ് റിക്വയർ ഡീപ്പ് വാട്ടർ. ആഴമുള്ള കുഴിക്ക് നീളമുള്ള വടി. അതാണ് അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഉത്തരത്തിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഉത്തരം അതാണ്. നമ്മളെ കുഴപ്പിക്കുന്ന തരത്തിൽ എന്ത് ചെയ്യും? പലതിനും അതും ആ വാക്കുകളുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ അതാണ് അതിൻ്റെ ശരിക്കുള്ള പരിഭാഷ മലയാളത്തിലത് എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും? അത് ചൂസ് ചെയ്യും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചിന്തിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഉത്തരത്തിലേക്ക് എത്താൻ. റിവോക്കേഷൻ ഡീഡ് എന്ന് വെച്ചാൽ റദ്ദാധാരം എന്നാണ്. പ്രോമിസറി നോട്ടോ വാഗ്ദത്ത പത്രമാണ് പ്രോമിസറി നോട്ട്. റിലീസ് ഡീഡ് എന്ന് വെച്ചാൽ ഒഴിമുറി. പവർ ഓഫ് അറ്റോണി എന്ന് വെച്ചാൽ മുക്തിയാർനാമ. ക്ലോസിംഗ് ബാലൻസ് നീക്കിയിരിപ്പ്. ഓപ്പണിംഗ് ബാലൻസ് മുന്നിരിപ്പ്. നെറ്റ് ബാലൻസ് എന്താണ്? അറ്റബാക്കി.
എൻവി ഈസ് ദ സോറോ ഓഫ് ഫൂൾസ്. അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. വെയർ ദെയർ ഈസ് ലൈഫ് ദെയർ ഈസ് ഹോപ്പ്. ജീവനുള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് അതിൻ്റെ പരിഭാഷ. ടു ഷേക്ക് ഇൻ ഹിസ് ഷൂസ്. ഭയം കൊണ്ട് വിറയ്ക്കുക എന്നതിനാണ് ടു ഷേക്ക് ഇൻ ഹിസ് ഷൂസ് ഉപയോഗിക്കുന്നത്. പുട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കൃത്യമായിട്ട് രേഖപ്പെടുത്തുക എന്നാണ് പുട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ മീൻ ടൈം. അതിനിടയിൽ എന്നാണ് അതിനർത്ഥം. ഇൻ ദ മീൻ ടൈം. അപ്പോൾ റിവോക്കേഷൻ ഡീഡ് റദ്ദാധാരം, പ്രോമിസറി നോട്ട് വാഗ്ദത്ത പത്രം, റിലീസ് ഡീഡ് ഒഴിമുറി, പവർ ഓഫ് അറ്റോണി മുക്തിയാർനാമ, ക്ലോസിംഗ് ബാലൻസ് നീക്കിയിരിപ്പ്, ഓപ്പണിംഗ് ബാലൻസ് എന്താണ് മുന്നിരിപ്പ്, നെറ്റ് ബാലൻസ് അറ്റബാക്കി. എൻവി ഈസ് ദ സോറോ ഓഫ് ഫൂൾസ്. അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. വെയർ ദെയർ ഈസ് ലൈഫ് ദെയർ ഈസ് ഹോപ്പ്. ജീവനുള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ടു ഷേക്ക് ഇൻ ഹിസ് ഷൂസ്. ഭയം കൊണ്ട് വിറയ്ക്കുക. പുട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഇൻ ദ മീൻ ടൈം. അതിനിടയിൽ എന്നാണ് അതിനർത്ഥം. മോഡേൺ ലൈഫ് ഈസ് എ റാറ്റ് റേസ്. ആധുനിക ജീവിതം ഒരു കുൽസിത മത്സരമാണ് എന്നാണ് അതിനർത്ഥം. 6 feet ഓഫ് എർത്ത് മേക്ക് ഓൾ മെൻ ഈക്വൽ. ശ്മശാനത്തിലാണ് സ്ഥിതി സമത്വം. ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. ജീവിതം ഒരു പൂമത്തെയല്ല. ഷീ ഹാസ് എ ഹേർട്ട് ഓഫ് റോക്ക്. അവൾ കഠിനഹൃദയയാണ്. ദ ബോട്ട് ഗ്രാജുവലി ഗാതേർഡ് വേ. ബോട്ടിന് ക്രമേണ വേഗം കൂടി. എ കോക്ക് ഈസ് ബോൾഡ് ഓൺ ഇറ്റ്സ് ഡങ്കിൽ. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ രാജാവാണെന്നാണ് അതിനർത്ഥം. ട്രൂത്ത് ലൈസ് ദ ബോട്ടം ഓഫ് എ വെൽ. ട്രൂത്ത് ലൈസ് ദ ബോട്ടം ഓഫ് എ വെൽ. ആഴമുള്ള കടലിലാണ് മുത്തു കിടക്കുന്നത്. മച്ച് ക്രൈ ആൻഡ് ലിറ്റിൽ വൂൾ. ബഹളം വളരെയാണ്, ലഭ്യം കുറവാണ്. സ്റ്റുഡൻസ് ഓൺ ദ റാംപേജ് എന്നതിന് അക്രമാസക്തരായ വിദ്യാർത്ഥികൾ എന്നാണ്. അപ്പം മോഡേൺ ലൈഫ് ഈസ് എ റാറ്റ് റേസ് എന്നാൽ ആധുനിക ജീവിതം ഒരു കുൽസിത മത്സരമാണ്. 6 feet ഓഫ് എർത്ത് മേക്സ് ഓൾ മെൻ ഈക്വൽ. ശ്മശാനത്തിലാണ് സ്ഥിതി സമത്വം. ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. ജീവിതം ഒരു പൂമത്തെയല്ല. ഷീ ഹാസ് എ ഹെർട്ട് ഓഫ് റോക്ക്. അവൾ കഠിനഹൃദയയാണ്. ദ ബോട്ട് ഗ്രാജുവലി ഗാതേർഡ് വേ. ബോട്ടിന് ക്രമേണ വേഗം കൂടി. എ കോക്ക് ഈസ് ബോൾഡ് ഓൺ ഇറ്റ്സ് ഡങ്കിൽ. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ രാജാവ്. ട്രൂത്ത് ലൈസ് ദ ബോട്ടം ഓഫ് എ വെൽ. ആഴമുള്ള കടലിലാണ് മുത്തു കിടക്കുന്നത്. മച്ച് ക്രൈ ആൻഡ് ലിറ്റിൽ വൂൾ. ബഹളം വളരെ, ലഭ്യം കുറവ്. സ്റ്റുഡൻസ് ഓൺ ദ റാംപേജ്. അക്രമാസക്തരായ വിദ്യാർത്ഥികൾ. ആസ് സച്ച് എന്നാൽ അത്തരത്തിൽ. ആസ് സച്ച് അത്തരത്തിൽ. ആസ്പർ എന്താണ് അനുസരിച്ച്. ആസ് സച്ച് അത്തരത്തിൽ. ആസ്പർ അനുസരിച്ച്. സൈലൻറ്റ് കൺസേൺഡ് എന്ന് വെച്ചാൽ മൗനാനുവാദം. കോൺട്രാഡിക്റ്ററി പരസ്പര വിരുദ്ധം. ബാലൻസ്ഡ് ഡയറ്റ് എന്താണ് സമീകൃതാഹാരം. ബാക്ക് റെഫറൻസ് എന്നാൽ മുൻ പരാമർശം. ബാൻ അപ്പോയിൻമെൻറ്റ് നിയമന നിരോധനം. ബേർഡ്സ് ഐ വ്യൂ വിഹക വീക്ഷണം എന്നാണ് അതിനർത്ഥം. ബേർഡ്സ് ഐ വ്യൂ. ബ്ലാക്ക് ലിസ്റ്റിംഗ് എന്താണ് കരിമ്പട്ടിക. ബിൽ ഓഫ് ഇൻഡാക്ട്മെൻറ്റ് കുറ്റാരോപണ പത്രം. കൺകറണ്ട് ലിസ്റ്റ് സമവർത്തി പട്ടിക. അഡ്ജോൺമെൻറ്റ് മോഷൻ അടിയന്തര പ്രമേയം. അപ്രോപ്രിയേഷൻ ബില്ല് ധനവിനിയോഗ ബില്ല്. എൻജോയ്മെൻറ്റ് ബൈ ലോ നിയമാനുസൃതം. ബാങ്ക്രപ്റ്റ് എന്താണ് പാപ്പർ. കെയോട്ടിക് കണ്ടീഷൻ എന്താണ് അനിശ്ചിതാവസ്ഥ. ടൈം ബാർഡ് കാലഹരണപ്പെട്ട. സെറ്റ് അസൈഡ് തള്ളിക്കളയുക. ഒതൻറ്റിക്കേഷൻ എന്താണ് പ്രമാണീകരണം. കോളോൺ സന്ദർശിക്കുക. അഡ്മിസിബിൾ എവിഡൻസ് എന്ന് വെച്ചാൽ സ്വീകാര്യമായ തെളിവുകൾ. എഗ്രി ടു ഒരു നിർദ്ദേശത്തോട് യോജിക്കുന്നു. എഗ്രി വിത്ത് ആണെങ്കിലോ ഒരു വ്യക്തിയോട് യോജിക്കുന്നു. ആർഡൻ്റ്ലി ഡിസയർ ആറ്റുനോറ്റിരിക്കുക. ആസ് എ ലാസ്റ്റ് റിസോർട്ട് എന്ന് വെച്ചാൽ അവസാന ആശ്രയം എന്നാണ്. ആസ് എ അഫോർസെറ്റ് മേൽപ്പറഞ്ഞ പ്രകാരം. ആസ് അഫോർസെറ്റ് മേൽപ്പറഞ്ഞ പ്രകാരം. ആസ് ഫാർ അത്രത്തോളം. ആസ് ഫാറാസ് സംബന്ധിച്ചിടത്തോളം. ആസ് ഫാർ എന്താണ് അത്രത്തോളം. ആസ് ഫാറാസ് സംബന്ധിച്ചിടത്തോളം. എ ബേൺ ചൈൽഡ് ഡ്രെഡ്സ് ദ ഫയർ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ആൻ ഓൾഡ് തീഫ് വിൽ വൺ ഡേ ബി കോട്ട്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. ആൻ ഓൾഡ് തീഫ് വിൽ വൺ ഡേ ബി കോട്ട്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. ഗുഡ് വൈൻ നീഡ്സ് നോ ബുഷ്. പൊന്നുംകുടത്തിന് പൊട്ടുവേണ്ട. യുണൈറ്റഡ് വി സ്റ്റാൻഡ് ഡിവൈഡഡ് വി ഫോൾ. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. വിസ്ഡം ഈസ് ബെറ്റർ ദാൻ റിച്ചസ്. വിദ്യാധനം സർവധനാൽ പ്രധാനം.
എ ബെഡ് ഓഫ് റോസസ് എന്താണ്? അത്യന്തം സന്തുഷ്ടമായ. ഡൗട്ടിംഗ് തോമസ്, സംശയാലു എന്നതിനാണ് നമ്മൾ ഡൗട്ടിംഗ് തോമസ് എന്ന് ഉപയോഗിക്കുന്നത്. എ മാൻ ഓഫ് ഹിസ് വേർഡ്സ്, വാക്ക് പാലിക്കുക എന്നാണ് എ മാൻ ഓഫ് ഹിസ് വേർഡ്സ്. ടു ബ്രൈറ്റ് ഔട്ട്, പ്രസിദ്ധപ്പെടുത്തുക. ടു റൈസ് ടു ദ ഒക്കേഷൻ, ടു റൈസ് ടു ദ ഒക്കേഷൻ എന്നാൽ സന്ദർഭാനുസരണം പ്രവർത്തിക്കുക.